ജോർജ് ജോസഫ്, എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? നമ്മളിപ്പോൾ കേരള ബജറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ തവണ നടത്തിയ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം നടപ്പാക്കി എന്നുള്ള ചോദ്യം വരും. കേന്ദ്രത്തിനോടും അങ്ങനെ ചോദിക്കാവുന്നതാണല്ലോ. ഇതിപ്പോൾ സമ്പൂർണ്ണ ബജറ്റാണ്, മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റാണ്. അപ്പോൾ ഒരു തുടർച്ചയുണ്ടല്ലോ, ആ തുടർച്ചയായിട്ട് തന്നെയാണോ നമുക്ക് ഈ ബജറ്റിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മളിവിടെ കാണേണ്ട കാര്യം, ഇന്നലെ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടും ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രവും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ 6.8%-നും 7.2%-നും ഇടയ്ക്ക് വളർച്ച പ്രതീക്ഷിക്കുകയാണ്. അതേസമയത്ത് 2025-26 7% വളർച്ച ഉണ്ടാകുമെന്നും കണക്കാക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു ലോകത്തെ ഏറ്റവും ശക്തമായ വളർച്ച കൈവരിച്ചിട്ടുള്ളൊരു ഇക്കോണമി എന്നുള്ള നിലയിൽ ശരാശരി 7% വളർച്ച ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ചിത്രം നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ചിത്രം അതല്ല. ആ ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യം എന്താണ്, അതായത് 2025 മാത്രം FIIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് $19 ബില്യൺ നിക്ഷേപ പിൻവാങ്ങൽ നടത്തി. $19 ബില്യൺ. അതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തകർന്നു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതാണ്. അപ്പോൾ ഈ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി പറയുന്ന ആളുകൾ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നത് 4th ലാർജസ്റ്റ് ഇക്കോണമി ആഫ്റ്റർ US, ചൈന ആൻഡ് ജർമ്മനി. അങ്ങനെ ഒരു രാജ്യത്തു നിന്ന് FIIs പിൻവാങ്ങി പോകണത് എന്തിനാ? അപ്പോൾ ഒരു സ്ട്രോങ് ഇക്കോണമിയാണ്. ഇന്ത്യ ഒരു ഗ്രോത്ത് സ്റ്റോറി കാണിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൂടുതൽ FII നിക്ഷേപവും FDIയും വരേണ്ടതല്ലേ? തിരിച്ച് സംഭവിക്കുന്നു. ഇനി മറ്റൊന്ന്, ഈ സ്ട്രോങ്ങസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഇന്ത്യയുടെ കറൻസി എന്തുകൊണ്ടാണ് തകർന്നു പോകണേ? നമ്മുടെ ശരീരം വളരുമ്പോൾ കൈ മാത്രം വളരാതിരിക്കും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. ശരീരം വളരുന്നുണ്ടെങ്കിൽ അത് ഒരേ രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും വളരും. പക്ഷേ സ്ട്രോങ്ങസ്റ്റ് ഇക്കോണമി, 4th ലാർജസ്റ്റ് ഇക്കോണമിയുടെ റുപ്പി ഏഷ്യയിലെ ഏറ്റവും മോശപ്പെട്ട കറൻസിയാണ്, ഏറ്റവും മോശം പെർഫോമിങ് കറൻസിയാണ്. 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇടിഞ്ഞു പോകുന്നു. അത് 100 രൂപയിലേക്ക് ഡോളർ മൂല്യം എത്താൻ ഇനി അധികം ഇല്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ പോവർട്ടി 11 കോടിയുടെയാണ്. അതുപോലെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ 4th ലാർജസ്റ്റ് ഇക്കോണമി ആയിരിക്കുന്നത്. പക്ഷേ ജപ്പാൻ്റെ പെർ ക്യാപിറ്റ ഇൻകം $32,000, ഇന്ത്യയുടെ $2,600. അപ്പോൾ ആ പിന്തള്ളി പോയി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനത അവിടെ കിടക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വികാസമില്ലാത്ത ഒരു ഭരണകൂടം കാഴ്ചവെക്കുന്ന ബഡ്ജറ്റ്, അതിന് എന്ത് തുടർച്ചയുണ്ടായാലും ചിലപ്പോൾ ചില അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ മൊത്തത്തിൽ ഈ NDA ഭരണകൂടം ജനങ്ങളോട് കാണിക്കുന്ന ജനവിരുദ്ധമായ സമീപനം തുടർച്ചയായി എടുക്കുന്നത് ഇന്ത്യയുടെ വലിയ തകർച്ചയിലേക്ക് പോകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.